തുണി കൊണ്ടുള്ള ബാഗുകൾ എന്തുകൊണ്ടും പ്ലാസ്റ്റിക് ബാഗുകളേക്കാൾ മികച്ചവ തന്നെയാണ്. തുണി കൊണ്ടുള്ള ബാഗ് പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുന്നില്ല. നമുക്ക് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കാനുമാകും. ടീഷർട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബാഗ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ടീഷർട്ടും കത്രികയും മാത്രമാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാത്ത ഒരു പഴയ ടീഷർട്ട് വേണം. ഇവിടെ അങ്ങനെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തെ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഈ ടീഷർട്ട് മറിച്ചിടണം. ഇനി നമുക്ക് ഇതിന്റെ കൈയുടെ ഭാഗം മുറിച്ചെടുക്കാം. അതിനായിട്ട് കൈയുടെ താഴെയും മുകളിലും ലൈൻ വരയ്ക്കണം. ഇതുപോലെ മുകളിലും താഴെയും ലൈൻ വരച്ചതിന് ശേഷം അതൊരു പേന ഉപയോഗിച്ച് നന്നായിട്ട് വരച്ചെടുക്കുക. രണ്ട് സൈഡിലും ലൈൻ വരയ്ക്കണം. വെട്ടിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ലൈനിലൂടെ കത്രിക വെച്ച് ഇത് മുറിച്ചെടുക്കാം. ടീഷർട്ടിന്റെ കൈയുടെ ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ നെക്കിന്റെ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചു മാറ്റണം. ഇതുപോലെ നമ്മൾ മുറിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇത് കൈപ്പിടി പോലെ പിടിക്കുന്ന ഭാഗമാണ്. ഇനി ടീഷർട്ടിന്റെ താഴത്തെ ഭാഗം എടുക്കുക. ഇത് ഇതുപോലെ കുറച്ച് അകത്തേക്ക് കത്രിക വെച്ച് മുറിച്ചെടുക്കണം. താഴത്തെ ഭാഗം മുഴുവനായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അതിനുശേഷം ഇത് പുറത്തേക്ക് മറിച്ചിടാം. മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ വള്ളികളും കൂട്ടി ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കണം. മുഴുവൻ വള്ളികളും ഇതുപോലെ തന്നെ കെട്ടിയിട്ട് കൊടുക്കുക. ക്ലോത്ത് ബാഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതില് ഇതുപോലെ കിച്ചൺ സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാം. പുറത്തു പോയി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് ബാഗ് പോലെ കൊണ്ടുപോകാവുന്നതാണ്. മാത്രമല്ല സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ ഇട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. പുറത്തു നിന്ന് ക്ലോത്ത് ബാഗ് വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ബാഗിനേക്കാളും കാശ് ചിലവാക്കേണ്ടി വരും. എന്നാൽ ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കൂ. ഉപയോഗശൂന്യമായ ടീഷർട്ട് ഉപയോഗപ്രദമാക്കാനുമാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.